പൊന്നും വില കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുന്നു. കേവലം 10,000 രൂപ പോലും വേണ്ടായിരുന്ന ഭൂമി 3 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുത്തിട്ടാണ് ഭൂമി ഏറ്റെടുത്തത്. 2-3 കമ്പനികൾ, ഈ പെട്രോളിയം കമ്പനികൾ തന്നെ ഇവിടെ വന്ന് സ്ഥലം നോക്കുന്നു. ഇപ്പൊ തന്നെ സ്ഥലം നോക്കും. അതായത് IOC വന്നു പുതിയ സ്കൂളുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന നിലയ്ക്ക് നോക്കുന്നു. പുതിയ ടൂറിസം മേഖല ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേർ ഇവിടെ വന്നിട്ട് പ്രോപ്പർട്ടി അന്വേഷിച്ചപ്പോൾ ഈ ഏരിയ ആകെ ടോട്ടലി ചേഞ്ച് ആവുന്നു, ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ടണൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊരു പുതിയൊരു 4 ലൈൻ കൂടി കുന്നമംഗലത്തേക്ക് വരുന്നുണ്ട്. അത് വേറെ പ്രൊജക്റ്റാണ്. അതുകൂടി ഓപ്പൺ ആകുമ്പോൾ എന്താ പറയുക, പുതിയ ഒരു റോഡ്, ഒരു സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് വയനാട് തുരങ്കത്തിൻ്റെ അപ്ഡേറ്റുകളാണ്. കള്ളാടി മേപ്പാടി, ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപ്പാതയുടെ അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് മലയോര ഹൈവേ. കേരളത്തിൻ്റെ മറ്റൊരു സ്വപ്ന പദ്ധതിയാണ് മലയോര ഹൈവേ കേട്ടോ. കേരളത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തല വരെ, അതായത് കാസർഗോഡ് ജില്ലയിലെ നന്താരപ്പത മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല വരെ മലയോര മേഖലയെ മൊത്തം കോർത്തിണക്കിക്കൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റൂട്ടാണ് മലയോര ഹൈവേ, ഹിൽ ഹൈവേ SH59 കേട്ടോ. അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ വയനാട് ടണൽ കേരളത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. വയനാട് ചുരം ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് വയനാട്ടിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബദൽ പാത. വയനാട് ചുരം എന്ന് പറഞ്ഞാൽ ടൂറിസം ആസ്വദിച്ച്, അതായത് നമ്മളൊരു യാത്ര ആസ്വദിച്ച് പോകുന്ന യാത്രയാണെന്നുണ്ടെങ്കിൽ വയനാട് ചുരം ഓക്കെ. 1-2 വട്ടം പോകുമ്പോൾ ചുരത്തിലെ ബ്ലോക്കിൽ പെട്ടുക എന്നുണ്ടെങ്കിൽ ആ ചുരത്തിൻ്റെ പൂതി അങ്ങോട്ട് കെടും. ചുരത്തിലൂടെ ദിനം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അതത്ര രസമായിട്ട് തോന്നൂല. നമ്മളിങ്ങനെ വയനാടൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ ചുരം നല്ല അടിപൊളിയായിട്ട് തോന്നും. ചുരത്തിൻ്റെ മേലെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ. ചരക്ക് ലോറി ഓടിക്കുന്ന ആളുകളോട് വയനാട് ചുരത്തിനെ പറ്റി ചോദിച്ചാൽ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് വയനാട്. അതായത് ബ്ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, എടങ്ങേറാണ്. അപ്പോൾ നമ്മൾ മലയോര ഹൈവേയിലൂടെ ആനക്കാംപൊയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മലയോര ഹൈവേയിൽ പെട്ടതാട്ടോ. നമ്മൾ തിരുവമ്പാടി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വളഞ്ഞിട്ടാണ്, അതായത് ഇങ്ങനെ ചുറ്റി വളഞ്ഞാണ് പോകുന്നത്. ആനക്കാംപൊയിൽ കോടഞ്ചേരി കക്കാടംപൊയിൽ ഭാഗത്തൊക്കെ മലയോര ഹൈവേയുടെ കാഴ്ചകൾ ഞാൻ കുറേ മുമ്പ് കാണിച്ചതാണ്. ഇവിടെ ഇപ്പോൾ ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ്. ബസ് എപ്പോഴും ഇല്ല. നമ്മളായിക്കൂടെ പോകണ മാതിരി എപ്പോഴും 5-10 കൂടുമ്പോൾ ബസ് ഉണ്ടാവില്ല. ഇതേപോലെ ജീപ്പ് സർവീസിലാണ് ആളുകൾ ജോലിക്കൊക്കെ പോകുന്നത്. ഈ കാണുന്ന റോഡൊക്കെ ചെറിയ റോഡിന് കേട്ടോ. അതായത് നമ്മൾ പഞ്ചായത്ത് റോഡ് ഉണ്ടല്ലോ, 3 മീറ്റർ അല്ലെങ്കിൽ 2.5 മീറ്ററൊക്കെ വീതിയുള്ള, 2.5 മീറ്റർ ഉണ്ടാവില്ല, അതിനെക്കാട്ടി ചിലപ്പോൾ അതിനെക്കാട്ടി ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടേനല്ലോ ഇവിടെ ആൾക്കാർ പറയുന്നു. ഏതായാലും അത്ര വീതി കുറഞ്ഞ ആ ഒരു 3 മീറ്റർ വീതിയുള്ള റോഡാണ് ഈ കാണുന്ന 12 മീറ്റർ വീതിയിലുള്ള റോഡായി മാറിയത്. അതായത് ഡ്രെയിനേജൊക്കെ അടക്കാട്ടോ. ചില സ്ഥലത്ത് 10 മീറ്റർ ഉണ്ടാവുള്ളൂ ഡ്രെയിനേജും ആ ഫുട്പാത്തും കാര്യങ്ങളൊക്കെ. ഫുട്പാത്ത് പറഞ്ഞാൽ ചെറിയൊരു കട്ട ഇട്ടിരിക്കണ സൈഡിൽ കൂടെ ഇങ്ങനെ. റോഡ് നന്നായപ്പോൾ ഇവിടെ ഒരു പമ്പും വന്നിട്ടോ. നമ്മൾ ആദ്യം മലയോര ഹൈവേയുടെ ആ ഒരു പണി നടക്കുന്ന സമയത്ത് ഇതിലൂടെ പോയപ്പോൾ ഇവിടെ ഈ ഒരു പമ്പില്ലായിരുന്നു. കണ്ട, റോഡ് നന്നായി, ആളുകൾ കൂടി, പമ്പും വന്നു, ഹോട്ടലുകൾ വന്നു. ഇവിടെ നിന്നാണ് ആനക്കാംപൊയിലേക്ക് പോകുന്നത് കേട്ടോ. ആ ഒരു പാലം കഴിഞ്ഞതിന് ശേഷം ഇതാണ് നേരെ ഇടത്തോട്ട് അവിടുന്ന് വരാന്നുണ്ടെങ്കിൽ ആനക്കാംപൊയിൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ അവസ്ഥ ഇപ്പതാണ്. ഇത് നന്നാക്കുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ പണികളും അതേപോലെ ഉയർത്തിയിട്ടാണ്. നിലവിലുള്ള ഈ ഒരു റോഡിൽ നിന്ന് കുറച്ച് ഏകദേശം ഒരു 1/2 മീറ്റർ 1 മീറ്ററൊക്കെ ഉയർത്തിയിട്ടാണ് പുതിയ ഒരു നല്ല വീതിയുള്ള റോഡ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ, നമ്മളിപ്പോൾ ഇതുവരെ സഞ്ചരിച്ച റോഡുണ്ടല്ലോ മലയോര ഹൈവേ എന്ന് പറഞ്ഞാൽ, ആ ഒരു റോഡിൻ്റെയൊക്കെ ആദ്യത്തെ അവസ്ഥ ഇതായിരുന്നു. ചില ഭാഗത്ത് ഇതിലും മോശമായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു. ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. ഏതായാലും ഈ റോഡ് നന്നായപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ഹാപ്പിയാണ്. കാരണം പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഈ അവർ പറഞ്ഞ കാര്യമാണ്, കുറച്ച് ആളുകൾ ഈ ഒരു മലയോര ഹൈവേ അതേപോലെ കക്കാടംപൊയിലേക്കൊക്കെ ആളുകൾ കൂടിയിട്ടുണ്ട്. അതൊക്കെ ഇവർക്ക് കച്ചവടം, ഹോട്ടലുകൾ കച്ചവടം ഉണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ കാണാൻ തുടങ്ങി എന്ന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആനക്കാംപൊയിലെത്തി. ഇതാണ് ആനക്കാംപൊയിൽ അങ്ങാടി. ഈ ഒരു അങ്ങാടിയുടെ ചിത്രം നിങ്ങൾ സേവ് ചെയ്ത് ചോളി. നമ്മുടെ തുരങ്കപ്പാതയുടെ പണി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു അങ്ങാടിയുടെ കോലം മാറിയിട്ടുണ്ടാകും. ഇതൊക്കെ 4 വരിയായിട്ട് മാറും കേട്ടോ. ഈ ഒരു തുരങ്കത്തിനോട് ചേർന്നിട്ട് ഇവിടെ കണ്ടെങ്കിൽ ഹോട്ടലിലൊക്കെ ബോർഡ് ദിയ റെസിഡൻസി, AC ആൻഡ് നോൺ AC റൂംസ്. തുരങ്കത്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് മഹല്ല് കമ്മിറ്റി. ഇവിടുത്തെ നാട്ടുകാർ മൊത്തം ഇതിന് നല്ല സപ്പോർട്ടാട്ടോ. അങ്ങനെ നമ്മൾ ആനക്കാംപൊയിൽ വണ്ടി നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട തിരുവമ്പാടി MLA കൂടെയാണ് നമ്മളിപ്പോൾ ഇനി തുരങ്കത്തിന്റെ പണി നടക്കണം അവിടേക്ക് പോകണം കേട്ടോ. MLA കൂടെ ആകുമ്പോൾ നമുക്ക് അതിനുള്ളിലൊക്കെ കയറി ചെല്ലാൻ പറ്റും. മറ്റേ നമുക്ക് പെർമിഷൻ എടുത്തിട്ട് നമുക്ക് ഇത് കയറാൻ പറ്റുള്ളൂ.
ഇനി 2-3 വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അവരെന്നെ വിളിച്ചോളൂ. പക്ഷേ ഈ ഒരു തുരങ്കം നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ആരെയും കയറ്റൂല. ഈ സേഫ്റ്റി പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു കുട്ടി പുറത്തുനിന്ന് ഒരാളെയും കടത്തി വിടൂല കേട്ടോ. അത് നമ്മുടെ എന്താണെന്നുണ്ടെങ്കിലും ഡ്രോൺ ആണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് പണി നടക്കുന്ന സ്ഥലത്തേക്ക് ആരും കടത്തി വിടൂല. അതൊരു സേഫ്റ്റി പ്രോട്ടോകോളാണ്. നമ്മളാരും അങ്ങനെ അതിക്രമിച്ച് കയറരുത്. പിന്നെ നമ്മൾ ഇപ്പം ഒന്ന് ഈ MLA സാറിൻ്റെ കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കയറി ചെല്ലാൻ പറ്റി, ഫുള്ളായിട്ട് കാണാൻ പറ്റി. മറ്റേത് ഇനി പണി തുടങ്ങിയെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റിങ് തുടങ്ങിയെന്നുണ്ടെങ്കിൽ പിന്നെ ആരെയും കടത്തൂല കേട്ടോ. ഇത് റോഡിന് വേണ്ടിയിട്ട്, റോഡ് 2 പ്രോജക്റ്റ് ആണല്ലോ, റോഡുണ്ട് ടണലുണ്ട്. റോഡിന് വേണ്ടിയിട്ടുള്ള കമ്പനി ആ റോയൽ ഇൻഫ്ര മാറിയിട്ടുണ്ട്. പൂനെ എന്നുള്ളൊരു കമ്പനിയാണ് ഇപ്പോൾ. അവർ ഡംപിങ് യാർഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കേട്ടോ. അവർ കുറച്ച് സ്ഥലം ഇവിടെ എടുത്തിട്ടുണ്ട്. കാരണം മെഷീനറീസും കാര്യങ്ങളും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഇതാണ് അവരെ പൂണിയ കമ്പനിയാണ്. ബോസ്റ്റിംഗ് ഒക്കെ വെച്ച ഫോട്ടോ ആണല്ലോ വെച്ചിട്ടുള്ളത്. തുരങ്കത്തിന് ഇരുവശവും 4 വരി വീതിയുള്ള നല്ല അടിപൊളി റോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കവാടം കേട്ടോ. നമ്മൾ ആദ്യം കഴിഞ്ഞ ഒരു വീട് ചെയ്ത സമയത്ത് കാട്ടിലൂടെ ഇങ്ങനെ ഒരു ഇത് പോയിരുന്നല്ലോ, അതല്ല, ഇതാണ് ഡയറക്റ്റ് ഇവിടുന്ന് ഈ ഒരു റോഡ് നിൽക്കണേ. ഇവിടുന്ന് നേരെ അങ്ങോട്ട് കയറും കേട്ടോ, വളഞ്ഞിട്ടല്ല പോകുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന പാലം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടല്ല കേട്ടോ, ഇവിടെ ഒരു റോഡ് വീതി കൂട്ടുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ പറഞ്ഞ ആ ഒരു 4 വരി അങ്ങനെ പോകും, അത് വേറെ. സുഹൃത്തുക്കളെ, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ ആദ്യമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേ ഞാൻ പറഞ്ഞല്ലോ പേടിയാകുന്നുണ്ട്, പന്നികളൊക്കെ ഉണ്ടാവും അങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു സ്ഥലമാണിത്. ഇത് കണ്ടോ, അപ്പം ഈ ഒരു കാണുന്ന കോലത്തിലായിട്ടുണ്ട്, റോഡായിട്ടുണ്ട് കേട്ടോ. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത മരത്തിൻ്റെ കുറ്റികളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഇത് മണ്ണിട്ടതാട്ടോ, മണ്ണിട്ട് കാണാണ് ഈ ഒരു കോല ആക്കിയെടുത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത് T12. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, T12. ഇത് താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്ന റോഡാണ്. ഇതിനോട് ചേർന്നിട്ടൊരു പാലം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇങ്ങോട്ട് വരാനുള്ള സാധനങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്ന റോഡാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വഴി ഉണ്ടല്ലോ, അതിലൂടെയാണ് നമ്മൾ 4 വരി വരുന്നത് കേട്ടോ. ഏതായാലും നമ്മൾ ഇതിനുള്ളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു വയനാട് മേപ്പാടി ആ ഭാഗത്തായിരിക്കും ആദ്യ ബ്ലാസ്റ്റിംഗ്, അതായത് നോർത്ത് സൈഡിൽ നിന്ന് ഇങ്ങനെ സൗത്തിലേക്ക് ഇങ്ങനെ വരില്ല. അപ്പോൾ ആ ഒരു ഇതിലായിരിക്കും ആദ്യ ബ്ലാസ്റ്റിംഗ് നടത്താന്നുള്ളത്. പക്ഷെ അവിടെ എപ്പോഴും ആ ഒരു പാറയിലോട്ട്, അതായത് ഉറച്ച പാറൻ്റെ അടുത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടെ പിന്നെ പെട്ടെന്ന് എത്തിപ്പെട്ടു. അപ്പം മറുപുഴ ഭാഗത്ത്, ആനക്കാംപൊയിൽ മറുപുഴ ഭാഗത്ത് ഈ ഭാഗത്താണ് ആദ്യ ബ്ലാസ്റ്റിംഗ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വയനാട് ടണൽ പാതയുടെ ആദ്യ ബ്ലാസ്റ്റിംഗ് നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഫോറസ്റ്റിൻ്റെ ഭൂമിയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ആദ്യ തുരക്കലുണ്ടായാൽ. ഇതാണ് ബ്ലാസ്റ്റിംഗ് നടത്താനുള്ള പോയിന്റുകൾ. ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് ഇവിടെ ആയിരിക്കും. ഇവിടെ 2, ഇവിടെ 1 അപ്പുറത്തൊന്ന്, അങ്ങനെ 2 ടണലുകളാണ് വരുന്നത്. ഇരട്ട തുരങ്കമാണ്. അപ്പോൾ ഇതാണ് ആദ്യ ബ്ലാസ്റ്റിംഗ് നടക്കാൻ പോകുന്ന പോയിന്റ് കേട്ടോ. ഇവിടെ നിന്നാണ് ഇങ്ങനെ തുരന്ന് ഉള്ളിലേക്ക് പോലെ. ഞാൻ ഇവിടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനുള്ളിൽ എന്താണ് എന്ന് ആർക്കും അറിയാൻ സാധിക്കുന്നില്ല. കാരണം പല സ്ഥലത്തും ഇത്ര ടോപ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ടണൽ നിർമ്മിക്കുമ്പോൾ ബോർപെയിലിംഗ് അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇങ്ങനെ ഡ്രില്ല് ചെയ്തിട്ട് അതിനുള്ളിൽ എന്താണ് എന്ന് ഇവർ അറിയാൻ വേണ്ടി നോക്കും. അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും എന്താണ്, ചിലപ്പം എന്തെങ്കിലും വാതകമുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശമുണ്ടോ, ചളിയാണോ, വെള്ളം ഉണ്ടാകുമ്പോഴൊക്കെ വെള്ളം ഒന്നായിട്ട് ഇങ്ങോട്ട് തുറക്കുന്ന സമയത്തൊക്കെ വെള്ളം ഇങ്ങനെ ഒന്നായിട്ട് ഒഴുകി വന്നാൽ അതൊക്കെ അപകടമാണ്. അപ്പോൾ ഈ വെള്ളം നോക്കും. അതേപോലെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ ഡ്രില്ല് ചെയ്തിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഇറക്കിയിട്ടൊക്കെ നോക്കാറുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് നോക്കാൻ പറ്റുന്നില്ല. അത്രയും ടോപ്പിലാണ് ആ ഒരു കുന്നുള്ളത്. 800 മീറ്ററോളം ഉയരത്തിലാണ് ആ ഒരു ഇതുള്ളത് കേട്ടോ, ആ ബോട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഇവിടുന്ന് അറിയാൻ സാധിച്ചത്. അല്ലാതെ ഉറച്ച പാറയാണ്, പാറ കുഴപ്പമൊന്നുമില്ല, വെരി ഹാർഡ്, നല്ല അടിപൊളി റോക്കാണ് എന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത്. പക്ഷേ ഉള്ളിൽ എന്താണെന്നുള്ളത് ആർക്കും അറിയാൻ പറ്റുന്നില്ല. എന്തൊക്കെ വേറെ എന്തൊക്കെ ടെക്നോളജി ഉണ്ട്, അതൊക്കെ വെച്ച് നോക്കിയിട്ട് ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഇതാണ്. പക്ഷേ ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശം അതേപോലെ ചളിയൊക്കെ ഉണ്ടോ എന്നാണ് ഇനി ഒരു ആശങ്ക. ഏതായാലും തുറക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും തോറും ആ ഒരു ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഏതായാലും സുഹൃത്തുക്കളെ, പാറ നല്ല അടിപൊളി പാറയാണ് എന്നാണ് ഇവിടെയുള്ള ആളുകളും അതേപോലെ കൊങ്കൺ റെയിൽവേയുടെ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയിച്ചത്. നല്ല സ്ട്രോങ് പാറ കേട്ടോ. ആ ഒരു കറുത്ത കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയാണ് പാലം വരുന്നത്, താൽക്കാലിക പാലം വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ ഇപ്പോൾ ഇവർ ഇതിലേക്ക് ഉണ്ടാക്കുന്ന ഒരു റോഡാണ്. ഈ റോഡും കാര്യങ്ങളൊക്കെ ഇനി JSP പെട്ടിട്ടുണ്ട്, ഇനി DBM ചെയ്യുന്നതായിരിക്കും എന്ന് അറിഞ്ഞു. അപ്പോൾ ഇവരെ മെറ്റീരിയലും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് താൽക്കാലിക റോഡാണിത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കുന്നൊക്കെയാണ് നിങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നല്ല ഉയരമുണ്ട് ആ ഒരു കുന്ന്. ആ കുന്നിൻ്റെ ടോപ്പ് ഉണ്ട്, നിങ്ങൾ അതിൻ്റെ ഉയരം നോക്കിട്ടോ. അതിൻ്റെ മേലെ കയറാൻ പറ്റുന്നില്ല. മേലെ കയറിയിട്ട് അടിയിലേക്ക് ഇങ്ങനെ ഡ്രില്ല് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ സാധിക്കുന്നില്ല. അത്രയും ഉയരത്തിലാണ് ആ ഒരു സംഭവം ഉള്ളത്. ഏതായാലും തുറന്ന് ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാക്കാം. ഏതായാലും ഇവിടെ പാലത്തിൻ്റെ പണി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മാറ്റാട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഏകദേശം എത്ര മാസമായി, കഴിഞ്ഞ കാശ്മീർ യാത്ര കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ഒരു 3 മാസമായിട്ടുണ്ടോ. 3 മാസം കൊണ്ടാണ് ഇവിടെ ഇത്ര അധികം പണികൾ നടന്നിട്ടോ. അതായത് മണ്ണ് കുറേ നീക്കി ആ പാറൻ്റെ സൈഡെത്തി
ആദ്യമൊക്കെ ഞാനൊക്കെ വിചാരിച്ചിരുന്ന വലിയ കുന്നുണ്ടല്ലോ, ആ കുന്ന് വരെ ഇങ്ങനെ റോഡ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ നല്ല കയറ്റാവും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ വിചാരിക്കും നല്ല കയറ്റം ഉണ്ടല്ലോ, പക്ഷേ കയറ്റം ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ കണ്ട അവിടുന്ന് ഇങ്ങനെ നേരെ പോകുമ്പോൾ വല്ലാതെ കയറ്റം ഉണ്ടാവില്ല. ഫസ്റ്റ് വന്നാൽ നല്ല രസമുണ്ടായിരുന്നു, നല്ല തെളിഞ്ഞ വെള്ളം. ഇപ്പോൾ വെള്ളമൊക്കെ കമ്മിയായിട്ടുണ്ട്. ഇന്നലെ നല്ല അടിപൊളി മഴ പെയ്തു എന്ന് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു. നോക്കുകയാണെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു ഒഴുകുമ്പോൾ മലവെള്ളപ്പാച്ചിലാണ്. മലൻ്റെ മുകളിൽ വെള്ളം വരുമ്പോൾ, വെള്ളം നിറയുമ്പോൾ പെട്ടെന്ന് മലവെള്ളപ്പാച്ചിൽ എന്നൊക്കെ പറയല്ലോ. ഏതായാലും ഈ പാലത്തിൻ്റെ പണി അടുത്ത മഴക്കാലത്തിന് മുമ്പ് തീർത്ത് ഇതിലൂടെ കൊണ്ടുപോകണം. അല്ലാന്നുണ്ടെങ്കിൽ പണിക്ക് വീണ്ടും തടസ്സം വരും. ഇതാ കഴിഞ്ഞിക്കണേ, പിയറിൻ്റെ പണികൾ കഴിഞ്ഞ് പിയർ ക്യാബിൻ്റെ പണി ബാക്കിയുണ്ട്, ഗാഡറിൻ്റെ പണി ബാക്കിയുണ്ട്. ഗാഡർ കാസ്റ്റിംഗ് ഒക്കെ അവിടെ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഇതൊക്കെ ഷെഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഷട്ടറിങ്ങും പരിപാടികളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗാഡർ വെച്ചാൽ പാലം ഏകദേശം ആയി. കാരണം ഗാഡർ വെച്ചിട്ടില്ല എന്നുണ്ടെന്താ നല്ല മലവെള്ളപ്പാച്ചിലൊക്കെ വരുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും. പുറത്തു കൂടെ വേറെ വഴിയൊന്നുമില്ലല്ലോ, ഇതിലൂടെ തന്നെ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഈ ഒരു താൽക്കാലിക പാലമാണ് ഇത്രയും സെറ്റപ്പിൽ ഉണ്ടാക്കുന്നത്. കാരണം ഭാരവാഹനങ്ങൾ പോകാനുള്ളതാണ്. ഇപ്പോൾ നോക്കിയാണ് വെള്ളം നല്ല തെളിയുണ്ട് കേട്ടോ. മഴക്കാലത്ത് അടിപൊളിയാക്കും ഇതിലൂടെയുള്ള യാത്ര. അത് നോക്കിയാണെങ്കിൽ എന്തായാലും ടണൽ വരുന്നതോട് കൂടിയിട്ട് കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് മാത്രമല്ല, ചരക്ക് നീക്കത്തിനും അതേപോലെ ആളുകൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സമയ ലാഭത്തിനും, അപ്പോൾ എല്ലാം കൊണ്ടും ഒരു മെച്ചമുള്ള ഒരു കോറിഡോറാണ് ഈ കള്ളാടി മേപ്പാടി ടണൽ പ്രോജക്റ്റ്. അതായത് എക്കണോമിക്കലി ഗ്രോത്ത് ഉണ്ടാകും, അതേപോലെ ടൂറിസത്തിന് ഗ്രോത്ത് ഉണ്ടെങ്കിൽ എക്കണോമിക്കലി ഗ്രോത്ത് ഉണ്ടാകും. പിന്നെ ആളുകളുടെ സമയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണകൂടം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ, ഡെവലപ്പായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും അവിടുത്തെ പൗരന്മാരുടെ സമയത്തിന് വില കൽപ്പിക്കുന്നു. ഈ സമയത്തിന് വില കൽപ്പിക്കുന്ന പ്രോജക്റ്റുകൾ, ഇപ്പോൾ ദേശീയപാത 6 വരെ പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. അതേപോലെ മെട്രോ റെയിൽ, RRTS, പുതിയ ട്രെയിനുകൾ, സ്പീഡുള്ള ട്രെയിനുകൾ, അതേപോലെ ടണലുകൾ, ഇങ്ങനത്തെ സമയത്തിന് വില കൽപ്പിക്കുന്ന പ്രോജക്റ്റുകളൊക്കെ വന്നാൽ ആ രാജ്യം തന്നെത്താലെ പടിയായിട്ട് മേലേക്ക് കയറും. ഒറ്റടിക്കാണ്ട് കയറില്ല. അതിങ്ങനെ കുറച്ച് കയറ്റം കയറിയിട്ട് കിതക്കുന്നുണ്ട്. അതിങ്ങനെ പടിയായിട്ട്, അതായത് മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു 15 വർഷമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ നല്ല മാറ്റം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ നമ്മളെ പെരുമ്പളം പാലത്തിൻ്റെ വീഡിയോ ചെയ്തു. ആ പാലം തുറന്നു കൊടുത്താൽ ആ പെരുമ്പളം ദ്വീപിൻ്റെ ലെവൽ മാറും. കാരണം ഇപ്പോൾ അവിടെ 10,000-ലധികം ആളുകൾ മാത്രമാണ് താമസിക്കുന്നത്. ആ ഒരു ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ആ ഒരു പാലം. അവിടെ ഒരു എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ടൂറിസത്തിൽ അവിടെ ഒരു വളർച്ച വേണം. അപ്പോൾ അതിന് 100 കോടി മുടക്കുക എന്നുണ്ടെങ്കിൽ ഒരു 50 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആ 100 കോടിയിൽ നിന്ന് 500 കോടി അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതാണ് ബുദ്ധി. ആ ഒരു കളിയാണ് എല്ലായിടത്തും സ്ഥലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഒരുപാട് ടണലുകൾ വരുന്നുണ്ട്. 70-ലധികം ടണലുകളുടെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ നമ്മൾ കഴിഞ്ഞ കാശ്മീർ യാത്രയിൽ കാണിച്ചതാണ്. ആ ടണലൊക്കെ എന്താ സംഭവം അല്ലേ. അതിങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോയിരുന്ന ഒരു റോഡാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണലായി മാറിയത്. സംഭവം സെറ്റ്. നമ്മുടെ രാജ്യത്ത് പല ഭാഗത്തും നിരവധി ടണലുകളുടെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് മേലെ കയറി വയ്ക്കാം. മേലെ എന്താ വെച്ചാൽ സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മേലെ ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷോർട്ട് കട്ടിങ് ചെയ്യുന്ന പണികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോയിൽ നെയിലിങ് ചെയ്യുന്ന മെഷീൻ കേട്ടോ. ഡെയിലി ബിൽഡ്കോൺ ഈ ഒരു കമ്പനിയാണ് ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേ. നമ്മൾ ഒസ്കോട്ട ഭാഗത്തെ സ്കോട്ട മുതൽ KGF വരെ നമ്മൾ ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത കമ്പനിയാണ് ദിലീപ് ബിൽഡ്കോൺ. അതേപോലെ ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് വേ അതിലും പണിയെടുത്തിട്ടുള്ള കമ്പനിയാണ് ഈ ദിലീപ് ബിൽഡ്കോൺ കേട്ടോ. ഇവിടെയൊക്കെ കുറേ പ്രൈവറ്റ് ഭൂമി ഉണ്ട് കേട്ടോ. ഈ ടണലെങ്ങാനും വന്നാൽ ഇതിലൊക്കെ നല്ല അടിപൊളി റിസോർട്ട്. കാരണം ഇവിടേക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാഞ്ഞിട്ടാണ് വല്ലാതെ ആരും ഇങ്ങോട്ട് ഇവിടെ ഒന്നും വല്ലാതെ പൈസ മുടക്കാത്തത്. ടണലിൻ്റെ ഒക്കെ പണി കഴിഞ്ഞാൽ വയനാട് ടണലിനോട് ചേർന്നിട്ട് ഒരു ദിവസം കുടുംബത്തോടൊപ്പം സ്റ്റേ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ ഇങ്ങോട്ട് പോരൂ എന്നായിരിക്കും ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ. പാറ കഷ്ണങ്ങൾ കണ്ടില്ല ഞങ്ങൾ, നല്ല അടിപൊളി സ്പോട്ടോട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് അത്ര വ്യൂ. ആ മെഷീനാണ് എടുക്കണേ, അതിൽ ഒരു പാത കേട്ടോ. അതാ ആളെ നടക്കണേ, അതിലൊരു പാത. അതാണ് ഇവിടെ 2 പാതകൾ. നമ്മളിപ്പോൾ ടോപ്പിലാണുള്ളത്. അവിടെയാണ് തുരങ്കം വരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ അടിയിൽ നിന്ന് കാണിച്ച സ്ഥലം. അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. എന്താ വ്യൂ അറിയോ. നോക്കിയാണ് നിങ്ങൾ ടോപ്പിൽ നിന്ന് അവരെ ലേബർ ക്യാമ്പ് ആക്കണേ അപ്പുറത്ത്. നമ്മൾ താഴെ നിന്ന സ്ഥലമാണത്. മല നോക്കിയാണ്, നല്ല വ്യൂ കേട്ടോ മുകളിൽ നിന്ന്. ഇതിൻ്റെ മുകളിലൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് സ്ഥലമുണ്ട്. ഫുള്ള് ഫോറസ്റ്റ് അല്ലേ. ഞാൻ ആദ്യം വിചാരിച്ചത് ചെമ്പ്ര പീക്കാണെന്ന്. ചെമ്പ്ര പീക്കല്ല. അപ്പോൾ അവിടെ സോയിൽ നെയിലിങ്ങിൻ്റെ പണികളാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുരക്കുമ്പോൾ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ഇപ്പോൾ ഇവിടെ ചെയ്യണത് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്റർ ഉയരത്തിലാണ് വയനാട് ടണൽ വരുന്നത് കേട്ടോ. ഈ കാണുന്ന ടോപ്പ് നിൽക്കണേ,
800 ചില്ലാനം മീറ്റർ ഉയരത്തിലാണ് ആ ഒരു ടോപ്പ് ഉള്ളത്. ആ ഒരു ബോട്ടോ ആ കാണുന്നത് നിങ്ങൾ, ആ ഒരു മൊട്ടമാരി 800 ചില്ലാനം മീറ്റർ ഉയരത്തിലാണ്. എന്തായാലും അത്രയും ഉയരം ഉള്ളതുകൊണ്ടാണ് അത് ഡ്രില്ല് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് സാധാരണ തുറക്കൽ. ഏതായാലും സുഹൃത്തുക്കളെ, ഈ വരുന്ന 6-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു ടണൽപാതയുടെ ആദ്യഘട്ട ബ്ലാസ്റ്റിംഗ് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവമ്പാടി MLA ഇവിടെ ഉണ്ട്, സൈറ്റിലുണ്ട്. അപ്പോൾ MLAയോട് നമുക്ക് ചോദിച്ചോക്കെ എന്തൊക്കെയാണ് പണിയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഏറെ കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇതിൻ്റെ ബാക്കിൽ നടന്നിട്ടുള്ള ഒരു ജനപ്രിയനായിട്ടുള്ള ഒരു MLA ആണ്. MLA ബ്രോ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവമ്പാടി MLA ലിജോ ജോസഫ്. ഏതായാലും നമ്മൾ ചോദിച്ചു നോക്കാം. സാറേ നമസ്കാരം. അത് നെയ്ക്കൊന്ന് പിടിക്കണേ. ഓക്കെ, എങ്ങനെയുണ്ട്? നമ്മൾ ഈ സ്വപ്ന പദ്ധതിയുടെ മുമ്പിലാണുള്ളത്. ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ മുമ്പിലാണുള്ളത്. അതിവേഗതയിൽ നിർമ്മാണം നടക്കുകയാണ്. 2025 ഓഗസ്റ്റ് 31-നാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. ആദ്യഘട്ടം അത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്, പ്രവൃത്തി ഉദ്ഘാടനം. പിറ്റേ ദിവസം തന്നെ വർക്ക് തുടങ്ങി. ഇപ്പം നമുക്ക് കാണാം, നമ്മൾ ഈ സൈറ്റിലെല്ലാം വന്ന് ഡെവലപ്പ് ചെയ്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പം നമ്മളെന്താണ്, തുരങ്കം തുറക്കാൻ വേണ്ടി പോവാണ് മാർച്ച് മാസം 6-ാം തീയതി. ഇത് കേവലം 5 മാസം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ സൈറ്റെല്ലാം ക്ലിയർ ചെയ്തു. ഹെവി മെഷീനറീസ് നേരത്തെ കണ്ടു, നമ്മൾ അത്തരം മെഷീനറീസും കാര്യങ്ങളും സൈറ്റ് ക്ലിയർ ചെയ്തു. ലേബർ ക്യാമ്പുകളായി, അതുപോലെ തന്നെ നമ്മുടെ ഡംപിങ് യാർഡുകളായി, അതോടൊപ്പം നമ്മുടെ ഇതെല്ലാമായി നമ്മുടെ അവരുടെ മെഷീനറീസ് എത്തി. അവരുടെ ഈ താൽക്കാലികമായ ക്രഷർ യൂണിറ്റായി. നമ്മൾ വരുമ്പോൾ ടെമ്പററി ബ്രിഡ്ജിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അപ്പോൾ ഇതെല്ലാം ഈ 5 മാസം കൊണ്ട് പൂർത്തീകരിച്ച് സ്വപ്ന പാതയിലേക്ക് അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിവേഗത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനിടയിൽ വന്നൊരു സംഭവമാണ്, ചുമ്മാ കല്ലിട്ട് പോകുന്ന ഒരു പരിപാടി. പക്ഷെ ആ ഒരു പരിപാടി അല്ല ആണ് ഇതിന്റെ ഒരു ഇത്. കല്ലിടലല്ല, കല്ലിന് മുകളിൽ കല്ല് പെറുക്കി വെച്ച് നിർമ്മിക്കലാണ് എന്നതിന്റെ ഒരു പുതിയ തെളിവ് കൂടിയാണ്. പിന്നെ MLA ഈ ഒരു നാട്ടുകാരനും കൂടിയാണ്. നാട്ടുകാർക്ക് എന്താണ് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഈ നാട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈ മലയോര മേഖല എന്ന് പറഞ്ഞാൽ തീർത്തും മലയോര മേഖലയാണ്. ഇതിപ്പോൾ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ടണൽ വരുന്ന ഭാഗത്തോടു കൂടി സ്ഥലം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഫോറസ്റ്റും മറ്റ് സംവിധാനങ്ങളുമാണ്. അപ്പോൾ ഈ മേഖലയിലുള്ള കർഷകരെല്ലാം വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായിരുന്നു. എന്നാൽ ഈ പദ്ധതി വരുന്നതോടുകൂടി അവർ വളരെ ഹാപ്പിയാണ്. കാരണം അവരുടെ നാട് വികസിക്കുന്നു. റോഡ് നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ അതിനങ്ങോട്ടുള്ള റോഡ് വരുന്നു. പൊന്നും വില കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുന്നു. കേവലം 10,000 രൂപ പോലും വേണ്ടായിരുന്ന ഭൂമി 3 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുത്തിട്ടാണ് ഭൂമി ഏറ്റെടുത്തത്. അപ്പോൾ ഇവിടെ മുഴുവൻ ഡെവലപ്പ് ചെയ്യുന്നു എന്നത് ഈ നാടിൻ്റെ മുഖം മാറുന്നു. ടൂറിസത്തിൻ്റെ സാധ്യതകൾ തുറന്നു കാണുന്നു. അപ്പോൾ എന്താണ്, ഒരു ടൗൺഷിപ്പായി. എന്താണ് ഒരു പുതിയ ടൗൺ കൂടി എന്ത് ചെയ്യാണ് നമ്മുടെ ഈ ആനക്കാമ്പിൽ, മറിപ്പുഴ, മുത്തപ്പമ്പുഴ. പിന്നെ ഇതിൽ യാത്രാ സൗകര്യം മാത്രമല്ല കേട്ടോ. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇതിന്റെ പരിസരത്തുള്ള സ്ഥലത്തിന് വില കൂടി. അതേപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിന് പരിസരത്ത് നല്ല നല്ല ഹോട്ടലുകൾ വരും, ലോഡ്ജുകൾ വരും, ഹോട്ടൽ റൂമുകൾ വരും. അങ്ങനെ ബിസിനസ് ഒരു സാമ്രാജ്യം തന്നെ ഇവിടെ ഉണ്ട്. 2-3 കമ്പനികൾ, ഈ പെട്രോളിയം കമ്പനികൾ തന്നെ ഇവിടെ വന്ന് സ്ഥലം നോക്കുന്നു. ഇപ്പൊ തന്നെ സ്ഥലം നോക്കി. അതായത് IOC വന്നു. നമ്മുടെ അതുപോലെ തന്നെ പുതിയ ഇപ്പോൾ പ്രൈവറ്റ് ഉണ്ടല്ലോ, നയാര പോലത്തെ പ്രൈവറ്റ് പമ്പുകളൊക്കെ വന്നിട്ട് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പുതിയ സ്കൂളുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന നിലയ്ക്ക് നോക്കുന്നു. പുതിയ ടൂറിസം മേഖല ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേർ ഇവിടെ വന്നിട്ട് പ്രോപ്പർട്ടി അന്വേഷിച്ചപ്പോൾ ഈ ഏരിയ ആകെ ടോട്ടലി ചേഞ്ച് ആകുന്നു, ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ടണൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഒരു 4 ലൈൻ കൂടി കുന്നമംഗലത്തേക്ക് വരുന്നുണ്ട്. അത് വലിയ വേറെ പ്രൊജക്റ്റാണ്. അതുകൂടി ഓപ്പൺ ആകുമ്പോൾ എന്താ പറയാ, പുതിയ ഒരു റോഡ്, ഒരു മലമ്പ്രദേശം കോറിഡോർ, അതായത് എക്കണോമിക് കോറിഡോർ ആയി മാറി. വെറും ടൂറിസത്തിനുള്ള കോറിഡോർ മാത്രമല്ല, എക്കണോമിക് കോറിഡോർ. ഇപ്പൊ നമ്മൾ വയനാട്ടിൽ നിന്ന് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ ചരക്ക് നീക്കം നടക്കുന്നില്ലല്ലോ. ആ ചരക്ക് നീക്കത്തിന് ഏറ്റവും സുഖകരമായ ഒരു വഴിയായി ഇത് മാറും. അപ്പോൾ നമ്മൾ വ്യവസായ ഇടനാഴി എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്നത് പോലെ ആ വ്യവസായ ഇടനാഴിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറും. അപ്പം വെറും ചരക്ക് നീക്കം എളുപ്പത്തിലാക്കാനുള്ളൊരു മാത്രമല്ല, ഞാൻ സാറും പറഞ്ഞതുപോലെ ഇതിന് ചാരത്ത് റിസോർട്ടുകൾ വരും, ഹോട്ടലുകൾ വരും. അതിനുമായി ബന്ധപ്പെട്ട ഇവിടെയുള്ള ആളുകൾക്കെല്ലാം പുതിയ തൊഴിലവസരങ്ങൾ വരും. സ്ഥലത്തിന് വില കൂടും. അപ്പം നാടിന് മാറ്റം തന്നെയാണ് ടണൽ. നാടിന് മാത്രമല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്. പിന്നെ അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഇരട്ട തുരങ്കങ്ങളിൽ ഒന്നാണ്. ഇരട്ട തുരങ്കം. ബാക്കി എല്ലായിടത്തും സിംഗിൾ ടണലുകളുണ്ട്. പക്ഷേ ഇരട്ട തുരങ്കം അപൂർവമായിട്ടേ ഉള്ളൂ. അതിലേറ്റവും ദൈർഘ്യം കൂടിയ തുരങ്കങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കങ്ങളിൽ ഒന്ന് എന്ന് കേരളത്തിന്റെ അഭിമാനകരമായ കാര്യമല്ലേ? അത് കാണാൻ ആളുകൾ വരില്ലേ? ടൂറിസത്തിനും കൂടി ഒരു പ്രാധാന്യം നൽകുന്ന ഒരു സംഭവമാണ്. ഏതായാലും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ 70ഓളം ടണലുകൾ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു വലിയൊരു ടണലാണ് നമ്മുടെ ഈ ഒരു ടണൽ. പിന്നെ എങ്ങനെ ഇതിന്റെ ബാക്കി ഗ്രൗണ്ട് ലെവലും കാര്യങ്ങളൊക്കെ പണി നടത്താൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? എന്തെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് സ്റ്റേജ് 1 ക്ലിയറൻസ്, നമുക്ക് പ്രാഥമികമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ക്ലിയറൻസ് ആണ്.
കണ്ടീഷനിൽ ആയിരുന്നു ആ അപ്രൂവൽ ഉണ്ടാവുക. ആ കണ്ടീഷനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി പാലിച്ചാലാണ് സ്റ്റേജ് 2 ക്ലിയറൻസ് കിട്ടുക. ഇന്നലെ നമുക്ക് എന്ത് ചെയ്തു, സ്റ്റേജ് 2 ക്ലിയറൻസും കിട്ടും. അപ്പോൾ എല്ലാ അനുമതികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും എല്ലാ അനുമതികളും ഇതിനോടകം തന്നെ നമുക്ക് ലഭ്യമായി. ഇനി നമുക്ക് നിർമ്മാണം അതിവേഗതയിൽ നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ DBL എന്ന് പറഞ്ഞ കമ്പനി അതിമനോഹരമായി ദിലീപ് ബിൽഡ്. ഓക്കെ. പിന്നെ സാർ ഒരു ചെറിയൊരു ഡൗട്ട്, ഒരുപാട് ആളുകൾക്ക് അറിയാൻ ആശങ്കയുണ്ട്. ഇപ്പോൾ നമ്മുടെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കേരള സർക്കാരിൻ്റെ ഒക്കെ ശക്തമായ ഇടപെടൽ, അതായത് പൂർണ്ണ സഹകരണം, KSEB ആയിക്കോട്ടെ, ഫോറസ്റ്റ് ആയിക്കോട്ടെ, എല്ലാ സഹകരണങ്ങളും, അതേപോലെ ഈ ഒരു പ്രോജക്റ്റിനും സാറ് പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളും ഈ വില്ലേജ് ബന്ധമായിട്ട്, ഫോറസ്റ്റ് ബന്ധമായിട്ട് എല്ലാ സഹകരണങ്ങളും കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ കിട്ടുന്നത് കൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞില്ല വളരെ വേഗതയിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ നമുക്ക് അനുമതി ലഭ്യമായി. നമുക്ക് ഈ ഓഗസ്റ്റ് ലാസ്റ്റ് നമ്മൾ വർക്ക് ആരംഭിച്ചു. പിന്നീട് നമ്മൾ ഫോറസ്റ്റിലേക്കാണ് ഫോറസ്റ്റിൻ്റെ അനുമതികൾ കിട്ടേണ്ടതായി വന്നു. പിന്നീട് നമുക്ക് ഇവിടെ റിവർ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട അനുമതികളുണ്ട്. ജിയോളജിയുടെ പെർമിഷൻ ആവശ്യമുണ്ട്, ജില്ലാ കളക്ടറുടെ അനുമതി ആവശ്യമുണ്ട്, വില്ലേജ് ഓഫീസറുടെ അനുമതി ആവശ്യമുണ്ട്, പഞ്ചായത്തിൻ്റെ അനുമതി ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ചരട് പോലെ ബഹുമാനപ്പെട്ട CM എല്ലാ മാസവും 3 മാസം കൂടുമ്പോൾ ബിഗ് പ്രൊജക്റ്റുകൾ CM റിവ്യൂ ചെയ്യാം. അപ്പോൾ ഓരോ 3 മാസം കൂടുമ്പോൾ കേരളത്തിലെ 30 പ്രൊജക്റ്റുകളാണ് CM നേരിട്ട് റിവ്യൂ ചെയ്യുന്നത്. അതിലൊന്നാണിത്. അപ്പോൾ ഓരോ 3 മാസം കൂടുമ്പോൾ CM റിവ്യൂ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട്. ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റേയും കേന്ദ്ര ഗവൺമെന്റ് ആയാലും നമ്മുടെ കേരള ഗവൺമെന്റ് ആയാലും പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണത്തോടെയാണ്. തീർച്ചയായിട്ടും നമ്മൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി പോയ ഘട്ടത്തിലെല്ലാം അതൊക്കെ വളരെ വേഗത്തിൽ ലഭ്യമാവാൻ 1-2 തവണ അവർക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടി തൽക്കാലത്തേക്ക് ഡെഫർ ചെയ്തെങ്കിലും പിന്നീട് അത് പരിഗണിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അനുമതികൾ തരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാം കൃത്യമായിരുന്നു. നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യതയോടുകൂടി നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം വളരെ കൃത്യതയോടുകൂടി, അതുകൊണ്ട് ആർക്കും റിജക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരവസരം ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ കൃത്യതയോടെ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് കൃത്യമായി നോക്കി തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. ഓക്കെ. ഏതായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റാണ് നമ്മുടെ കേരളത്തിൽ. നമ്മളൊക്കെ കാശ്മീരൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ ടണലുകൾ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് വയനാട്ടിലെ അന്ന് പോയെന്ന് കേട്ടോ, നമ്മളെ വയനാട്ടിന് ഇതേപോലെ ചുരക്ക് ഒഴിവാക്കിയിട്ട് ഒരു ടണൽ വന്നുകൂടെ എന്നൊക്കെ ആലോചിച്ചത്. ഏതായാലും ഈ ഒരു അടുത്ത കാലത്ത് നല്ലൊരു ഗുഡ് ന്യൂസ് കേട്ട് ഇതിന്റെ ബാക്കിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച തിരുവമ്പാടിക്കാരായിട്ടുള്ള MLA ബ്രോ, ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന നമ്മുടെ ടണൽ പ്രോജക്റ്റിൻ്റെ പണികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കേട്ടോ. ഒരു 5 വർഷം കൊണ്ട് ഇതൊക്കെ പൂർണ്ണമായിട്ടും കഴിയുമെന്ന് കരുതുന്നു. ചിലപ്പോൾ അതിന് മുന്നേ കഴിയുമായിരിക്കും. ഞാൻ 5 വർഷം എന്ന് പറഞ്ഞെന്താ വെച്ചാൽ നമ്മുടെ കാശ്മീരിലേക്ക് പോകുന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ അതൊരു 5.5 വർഷം എടുത്തിട്ടുണ്ട് അത് പണി തീരാൻ. അപ്പോൾ ഏതായാലും വിശേഷങ്ങളൊക്കെ കണ്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ട് കണ്ട സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോവുക. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് വീക്കൊള്ളിട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. X Vibe. See you again. Jai Hind. Bye.